ഹലോ ഫ്രണ്ട്സ്, NCERT CBSE സിലബസിൻ്റെ 8ാം ക്ലാസ് ഹിന്ദി ബുക്കായ വസന്തിലെ 10ാമത്തെ ചാപ്റ്ററായ കാംചോറ് ആണ് എടുക്കാൻ പോകുന്നത്. ഈ കഥയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടുകുടുംബം, വലിയൊരു കുടുംബമാണ്. അതിൽ ഒത്തിരിയേറെ കുട്ടികളുണ്ട്. അവിടെ അച്ഛൻ, അമ്മ, അച്ഛൻ്റെ സഹോദരന്മാർ, അമ്മയുടെ സഹോദരൻ, അമ്മുമ്മ, മുത്തശ്ശി, അങ്ങനെ അടങ്ങുന്ന ഒത്തിരിയേറെ അംഗങ്ങളുള്ള ഒരു വീടാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ, കുട്ടികൾ, എനിക്ക് തോന്നുന്നു മിക്കവാറും വെക്കേഷൻ സമയമായിരിക്കണം, കുട്ടികൾ ഇരുന്നിട്ട് അവർ വെറുതെ ഇരുന്ന് മടി പിടിക്കുകയാണ്. അപ്പോൾ മുതിർന്നവർ തീരുമാനിക്കുന്നു അവരങ്ങനെ ഇരുത്തിക്കൂടാ, അവരെ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യിക്കണം. അല്ലെങ്കിൽ പിള്ളേരങ്ങനെ ഇരുന്ന് വലിയ മടിയന്മാരായി തീരും. അപ്പോൾ അവർ കുറേ ജോലികൾ അവരെ ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ കുട്ടികൾ എല്ലാം എടുത്തു ചാടി ഓരോ ജോലികൾ ചെയ്യുകയാണ്. ഇതെല്ലാം ചെയ്ത് അവർ മൊത്തം കുളവാക്കുന്നു, പൊടിച്ച് എല്ലാം നശിപ്പിക്കുന്നു. അവസാനം മുതിർന്നവരെന്ത് ചെയ്യും? അവർ സഹികെട്ടിട്ട് വീണ്ടും ഇവരെ വെറുതെ ഇരുത്തുകയാണ്. അപ്പോൾ വീണ്ടും അവർ പഴയ മടി പിടിക്കുന്നു. വെറുതെ ഇരുന്ന് ഒരു വെള്ളം പോലും കൈയനങ്ങാതെ എടുത്ത് കുടിക്കില്ല. അങ്ങനെ മടിയന്മാരെ മാറുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ചെയ്യിച്ചാലും തെറ്റ്, ചെയ്യിച്ചില്ലെങ്കിലും തെറ്റ്, അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ കഥയിൽ പറയുന്നത്. രസകരമായ കുറച്ച് സംഭവങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് പാരയിലേക്ക് കിടക്കാം. ബഡി ദേർ കെ വാദ വിവാദ് കെ ബാദ് യഹ് തയ ഹുവാ കി സച്ച്മുച്ച് നൗക്കറോं को നിക്കാൽ ദിയാ ജായേ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒത്തിരിയേറെ ചർച്ച ചെയ്തു, വാദവിവാദം ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? സച്ച്മുച്ച്, ശരിക്കും നമ്മൾ വേലക്കാരെ എല്ലാം നമ്മൾ മാറ്റി നിർത്തണം. എന്തുകൊണ്ട്? ആക്കിർ ഈ മോട്ടെ കിസ് കാം കെ, കുട്ടികൾ, മോട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മോട്ടെ ഈ തടിയന്മാർ വെറുതെ ഇരുന്ന് തടി വെച്ചിട്ട് അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല. അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണ്ടേ? കിസ് കാം കെ, അവരെ കൊണ്ട് എന്ത് പ്രയോജനം? ഹിൽക്കർ പാനി നഹി പീത്തെ, അവർ ശരീരം അനങ്ങി ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കില്ല. ഇനി അപ്പന കാം ഖുദ് കർണേക്ക് ആദത്ത് ഹോനി ചായേ, ഇവർക്ക് സ്വന്തം കാര്യങ്ങൾ പോലും കൂടിയെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ശീലം വരണം, ആദത്ത്, ഹാബിറ്റ് വരണം. കാംചോർ കൈക്ക്, കാംചോർ എന്ന് പറഞ്ഞാൽ മടിയന്മാർ, ജോലി ചെയ്യാൻ മടിയുള്ളവർ, അതാണ് കാംചോർ. തും ലോഗ് കുച്ച് നഹി ഇത്രേ സാരേ ഹോ ഔർ സാരാ ദിൻ ഊദം മച്ചാനെ കെ സിവ കുച്ച് നഹി കർത്തേ. അപ്പോൾ അവിടുത്തെ കാരണവന്മാർ അല്ലെങ്കിൽ മുതിർന്നവർ പറയുവാണ്, നിങ്ങൾ കുട്ടികൾ ഒന്നുമല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും പേരുണ്ട്, വെറുതെ ദിവസം മുഴുവനും ഇരുന്ന് വെറുതെ ബഹളം ഉണ്ടാക്കി വേറെ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. അവർ സച്ച്മുച്ച് ഹമേ കയാൽ ആയാക്കി ഹം ആക്കിർ കാം ക്യൂം നഹി കർത്തേ. അപ്പോൾ ഉടനെ കുട്ടികളുടെ ചിന്തയാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ചിന്തിക്കുന്നു, ഞങ്ങൾക്ക് എന്നാൽ ശരിക്കും എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ വീട്ടിൽ? ഞങ്ങൾ എന്നാൽ പിന്നെ കുറച്ച് എന്തെങ്കിലും ജോലി ചെയ്യാം എന്നവർ തീരുമാനിക്കുന്നു. ഹിൽക്കർ പാനി പീനേമേ അപ്പന ക്യാ ഖർച്ച് ഹോത്താ ഹൈ. അതായത് ഞങ്ങൾ ശരീരം അനങ്ങി വെള്ളം കുടിച്ചാൽ, ഞങ്ങൾ എഴുന്നേറ്റ് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെള്ളം കുടിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത്. ഇസ്ലിയെ ഹംനെ തുരന്ത് ഹിലാക്കർ പാനി പീന ശുരു കിയ. ഉടനെ അവർ അവിടെ നിന്ന് അനങ്ങി പതുക്കെ പോയി വെള്ളമൊക്കെ സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാൻ തുടങ്ങി. ഹിൽനെ മേ ധക്കാ ഭി ലഗ് ജാത്ത ഹൈ ഔർ ഹം കിസി കെ ദബൈൽ തോ തേ നഹി കി കോയി ധക്കാ ദേ തോ സഹ ജായേ. ഇതെല്ലാം കുട്ടികളുടെ അവരുടെ ചിന്തകളാണ് ഇതിൽ പറയുന്നത്. ഹിൽനെ മേ ധക്കാ ഭി ലഗ് ജാത്ത ഹൈ, അതായത് നമ്മൾ അനങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഉന്തും തള്ളൊക്കെ ഉണ്ടാകും കുട്ടികളായിട്ട്. ഔർ ഹം കിസി കെ ദബൈൽ തോ തേ നഹി കി കോയി ധക്കാ ദേ. ഞങ്ങൾ ആരുടെയും കീഴിലല്ല ഞങ്ങൾ പിന്നെ ജീവിക്കുന്നത്, എല്ലാവരും തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാനൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലീജിയെ പാനി കെ മട്കോം കെ പാസ് ഹി ഗമാസാൻ യുദ്ധ ഹോ ഗയ. ഇവർ വെള്ളം എടുക്കാൻ ചെന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇടിച്ചു ചെല്ലിട്ട് വെള്ളം ഇരിക്കുന്ന മടുക്ക കൂജ എന്ന് പറയും, വെള്ളം ശേഖരിക്കുന്ന ഒരു കലത്തിനെയാണ് മടുക്ക എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് നിന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കും വെള്ളം കിട്ടത്തില്ല, അവിടെ മുഴുവനും അടി നടക്കും. സുരാഹിയാം ഉദർ ലുഡ്ക്കി മട്കെ ഇദർ ഗേ കപ്പടെ ബീഗെ സലഗ് എന്ന് പറഞ്ഞാൽ, സുരാഹിയ എന്ന് പറഞ്ഞാൽ ഈ നീണ്ട കഴുത്തുള്ള പാത്രത്തെയാണ് സുരാഹി എന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മട്കെ ഇദർ ഗേ, വെള്ളത്തിൻ്റെ കൂജ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, പിന്നെ വസ്ത്രങ്ങൾ നനഞ്ഞ് കുട്ടികളുടെ ഇങ്ങനെ സംഭവിച്ചതല്ലാതെ ആർക്കും വെള്ളം കിട്ടിയില്ല, അവിടെ അടിയായി. ഈ ബല കാം കരേങ്കെ അമ്മാനെ വിശ്വസിക്കുക. ഇവന്മാർ എന്ത് ജോലി ചെയ്യാനാ? ഇവന്മാർ എല്ലായിടത്തും ബഹളം ഉണ്ടാക്കി കിടക്കുന്ന അമ്മ വിചാരിച്ചു, ഇവന്മാർ എന്ത് ജോലി ചെയ്യാനാ? ഇവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കരേങ്കെ കേസ നെയ് ദേഖേ ജി ജോ കാം നഹി കരേഗ ഉസേ രാത് കാ കാന ഹർഗിസ് നഹി മിലേഗ സംജേ. പിന്നെ അവർ പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്യില്ല? നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണം തരില്ല, അതുകൊണ്ട് മര്യാദക്ക് എന്തെങ്കിലും ജോലി ചെയ്തോളാൻ പറഞ്ഞു. ഈ ലീജിയെ ബിൽക്കുൽ ഷാഹി ഫർമാൻ ജാരി ഹോ രഹാ ഹൈ.
അത് ഷാഹി ഫർമാൻ എന്ന് പറഞ്ഞാൽ അതായത് രാജാക്കന്മാരുടെ കൽപ്പന പോലെ പിന്നെ അമ്മ അവർക്ക് അതിൽ മുതിർന്നവർ അവർക്ക് ജോലി കൊടുത്തു. അപ്പോൾ എന്ത് ജോലിയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഉടനെ കുട്ടികൾ പറഞ്ഞു, ഹം കാം കർണേക്കോ തയ്യാർ ഹേ, കാം ബത്തായി ജായേ, ഹംനെ ദുഹായി ദി. അതായത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി തരൂ, ഞങ്ങൾ ചെയ്യാം എന്ന് അവർ ബഹളം വെച്ചു. അപ്പോൾ ബഹുത് സെ കാം ഹോ ജോ തും കർ സക്തേ ഹോ. അപ്പോൾ ഉടനെ അവിടെ നിന്ന് പറഞ്ഞു, ഒത്തിരി നിങ്ങൾ ചെയ്യേണ്ട ഒത്തിരി ജോലികൾ ഇവിടെ ഉണ്ട്. മിസാൽ കെ ലിയെ യേ ദരി കിത്തനി മേലി ഹോ റഹി ഹെ, ആംഗൻ മേ കിത്തന കൂടാ പടാ ഹെ. അതായത് തൽക്കാലം നിങ്ങൾ ആദ്യമായിട്ടൊരു ജോലി ചെയ്യൂ. ഇവിടെ ദരി താഴ്ത്തി കിടക്കുന്ന കാർപ്പറ്റ് അല്ലെങ്കിൽ പരവതാനി എത്ര അഴുക്ക് പിടിച്ച് കിടക്കുന്നു, നിങ്ങളതൊന്ന് ക്ലീൻ ചെയ്യൂ. ആംഗൻ മേ കിത്തന കൂടാ പടാ ഹെ. നമ്മുടെ കണ്ണിൽ നോക്കുമ്പോഴേക്കും നമ്മുടെ കാഴ്ചപ്പാടിൽ എത്രയോ അഴുക്കതിൽ പിടിച്ചിരിക്കുന്നു. പേടോ മേ പാനി ദേനാ ഹെ. അതുമാത്രമല്ല മരങ്ങൾക്കും നിങ്ങൾ വെള്ളം ഒഴിക്കണം. അവർ ബായി മുഫ്ത് തോ യേ കാം കർവായി നഹീ ജായെങ്കി തും സബ്കോ തൻകാ മിലെങ്കി. ഇതൊക്കെ ചെയ്തോ, നിങ്ങൾ ഇതൊക്കെ ചെയ്യണം, പക്ഷേ നിങ്ങൾ വെറുതെ ചെയ്യണ്ട, നിങ്ങൾക്ക് അതിന് കൂലിയും അല്ലെങ്കിൽ ശമ്പളം തരുന്നതായിരിക്കും. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും കുട്ടികൾക്കെല്ലാം സന്തോഷമായി. അബ്ബ മിയാനെ കുച്ച് കാം ബത്തായെ അത് ദൂസരെ കാമം കാ ഹവാല ബി ദിയ. അബ്ബ മിയ എന്ന് പറഞ്ഞാൽ അച്ഛൻ, അപ്പച്ചൻ. പിന്നെ നമുക്ക് അബ്ബാമിയാനെ കുച്ച് കാം ബത്തായ, പുള്ളിയും കുറച്ച് ജോലികൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവർ ദൂസരെ കാമം കാ ഹവാല ബി ദിയ, കുറച്ച് ജോലികളും ഞങ്ങളെ ഏൽപ്പിച്ചു. മാലി കോ തൻഖാ മിൽത്തി ഹെ അഗർ സബ് ബच्चे മിൽക്കർ പാനി ഡാലേ തോ. നമ്മൾ ആളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്, അതായത് വെള്ളം നനക്കാനും പിന്നെ ക്ലീൻ ചെയ്യാനും മറ്റും. അപ്പോൾ മാലിക്കോ തൻഖാ മിൽത്തി ഹെ, നമ്മൾ മാലി എന്ന് പറഞ്ഞാൽ തോട്ടം സൂക്ഷിപ്പുകാരനാണ് മാലി എന്ന് പറയുന്നത്. അപ്പോൾ മാലിക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിരുന്നെങ്കിൽ നമുക്കത് കൊടുക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് മുതിർന്നവർ അല്ലെങ്കിൽ അബ്ബ മിയ അച്ഛൻ ആലോചിക്കുന്നത്. ഹേ ഖുദാ കീലിയ നഹി ഗർമേ ബാഡ് ആ ജായകെ. ഉടനെ അമ്മ അവിടെ നിന്ന് പറഞ്ഞു, അയ്യോ ദൈവത്തെ ഓർത്ത് ഇവന്മാർക്കൊന്നും അങ്ങനെയുള്ള പണികളൊന്നും കൊടുത്തേക്കല്ലേ, വീട് മുഴുവനും വെള്ളപ്പൊക്കം ആക്കിക്കളയും. അമ്മാനെ യാചനാക്കി. അമ്മ വളരെ ദയനീയമായിട്ട് അച്ഛനോട് പറഞ്ഞു. ഫിർ ബി തൻകാക്കെ സപ്പനെ ദേഖ്തേ ഹുയെ ഹം ലോഗ് കാം പർ തുലേ ഹുയെ. ഉടനെ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും തരുമല്ലോ, ശമ്പളമായിട്ട് കൂലിയായിട്ടൊക്കെ എന്തെങ്കിലും തരുമല്ലോ, പോക്കറ്റ് മണി, അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അവർ തയ്യാറായെന്നാണ് പറയുന്നത്. एक दिन फर्शी दरी पर बहुत से बच्चे जुट गए और चारों ओर से कोने पकड़कर चटकने शुरू किया. ഉടനെ നേരത്തെ പിന്നെ അമ്മ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ജോലി എന്താണ്, നമ്മുടെ കാർപ്പറ്റ് ഒത്തിരി അഴുക്ക് പിടിച്ചിരിക്കുന്നു, അതിനെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ കുട്ടികളത് ഓർത്തിരുന്നിട്ട് ഒരു ദിവസം ഫർഷി ദരി പർ ബഹുത് സെ ബच्चे जुट गए, അതിന് ചുറ്റും ഫർഷി ദരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാർപ്പറ്റിന് എടുത്തിട്ട് ചുറ്റും കുട്ടികൾ കൂടി, ഇഷ്ടംപോലെ കുട്ടികളുള്ള വീടുകളാണ്. അവർ ചാരോ ഓർസെ കോനെ പക്കട്കർ, അതിനെ 4 ചുറ്റും പിടിച്ചിട്ട് അത് കുടയാൻ തുടങ്ങി. ദോച്ചാറിനെ ലക്കടിയോം ലേക്കർ ധുവാധാർ ഇട്ടായി ശുരുക്കർ ദിയ. വേറെ 3-4 പേര് ഒരു കഷ്ണം വടിയെടുത്തിട്ട് ആ കാർപ്പറ്റ് ചരിച്ച് വെച്ചിട്ട് അതിനെ വടി കൊണ്ട് അടിക്കാൻ തുടങ്ങി. സാരാ ഗർ ധൂൾസെ പട്ടുകയ. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അതിലുള്ള പൊടികളും അഴുക്കുകളും എല്ലാം പറന്ന് വീട് നിറയെ അഴുക്കായി. കാസ്തേ സബ് ഭേദം ഹോഗിയ. ചുമച്ച് എല്ലാവരും വല്ലാതായി, കാര്യം അതിൻ്റെ പൊടി പറന്ന് കയറി. സാരി ധൂൾ ജോ ദരി പർത്തി ജോ ഫർഷ് പർത്തി സബ്കെ സിരോം പർ ജം ഗയി. അവിടെ പർവ്വതാന അല്ലെങ്കിൽ കാർപ്പറ്റിലുണ്ടായിരുന്ന എല്ലാ അഴുക്കും പൊടികളും പറന്ന് എല്ലാവരുടെയും തലയിൽ വന്ന് പതിച്ചു. തല അഴുക്ക് വരുമ്പോൾ ഒരു പൊടി പറ്റുമ്പോൾ ഒരു വെള്ളം നിറയായില്ലേ, അതുപോലെ ആയെന്നാണ് പറയുന്നത്. നാക്കവും അവർ ആക്കവുമേ ഗുസ്കയി. മൂക്കിലും കണ്ണിലുമൊക്കെ പൊടി പറന്നു കയറി. ബുരാഹാൽ ഹോഗിയ സബ്ക. എല്ലാവരുടെയും വളരെ കഷ്ടമായി, അവരുടെ അവസ്ഥ വളരെ കഷ്ടമായി. ഹം ലോഗോം കോ തുരന്ത് ആംഗൻ മേ നിക്കാലാ ഗയ. ഞങ്ങളെ ഉടനെ അവിടെ നിന്ന് മാറ്റി, പൊടി കാരണം കുട്ടികളെല്ലാം അവിടെ നിന്ന് മാറ്റി. വഹാം ഹം ലോഗോനെ ഫോറൻ ജാഡു ദേനെ കാ ഫൈസലാക്കിയ. ഉടനെ കുട്ടികൾ പൊടി കണ്ട് മുതിർന്നവർ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പിള്ളേരെ അവിടെ നിന്ന് മാറ്റിയപ്പോൾ അവരടുത്ത തീരുമാനം എടുത്തു, എന്നാൽ നമുക്ക് ചൂലെടുത്തിട്ട് അവിടെ ആകെ ഒന്ന് അടിക്കാം. ജാഡു ക്യോങ്കി ഏക് തീ അവർ തൻഖാ ലേനെ വാലെ ഉമ്മീദ്വാർ ബഹുത്. എന്ന് പറഞ്ഞാൽ അവിടെ ആകെ ചൂലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ബ്രൂം സ്റ്റിക്ക് ഉണ്ടായിരുന്നത്, ആകെ ഒരു ചൂലാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവർക്കും പൈസ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ജോലി ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ്. അപ്പോൾ അതിനുവേണ്ടി അടിയായി. ഇസ്ലേ ഷൺബർ മേ ജാഡു കെ പുർജെ ഉഡ്ഗയെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചൂല് വലിച്ച്
പിടിച്ചു വന്നപ്പോൾ അതിൻ്റെ പുർജെ അതിൻ്റെ കെട്ട് അഴിഞ്ഞുപോയി. जितनी सीखे जिसके हाथ पड़ी तो उनसे ही ഉൾട്ടെ സീതെ ഹാത്ത് മാറने लगा. അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ച് അവരവരുടെ കയ്യിൽ എത്രയോ ചൂലിൻ്റെ കഷ്ണം വന്നു അതൊക്കെ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും തുടക്കാനും തുടങ്ങി. അമ്മാനെ സിർ പീട്ടില്ല. അമ്മ ഇത് കണ്ട അമ്മ തലയിൽ കൈവച്ചു. ഉമ്മമാരെല്ലാം നശിപ്പിക്കും എന്നുള്ള. ഭയ്യെ ബുജുർഗ് കാം കർണേ ദേ തോ ഇൻസാൻ കാം കരേ. അപ്പോൾ ഉടനെ കുട്ടികൾ പറഞ്ഞു, ഈ അമ്മ നമ്മളെ ജോലി ചെയ്യാനും സമ്മതിക്കില്ല, അമ്മ ഒന്ന് അങ്ങോട്ട് മാറി നിന്നൊക്കെ പറഞ്ഞു. ജബ് ജറാ സി ബാത് പർ ടോക്കനെ ലഗെ തോ ബസ് ഓ ചുക്കാ കാം. ഉടനെ അവരെങ്ങനെയൊക്കെ അത് കൊട്ടി അവിടെ മൊത്തം കുളമാക്കി ജോലി അങ്ങനെയൊക്കെ ചെയ്തു തീർത്തു. അസൽ മേ ജാഡു ദേനെ സെ പഹലെ ജറാ സ പാനി ചിടക്ക് ലേന ചാഹിയെ. അത് അവരവരെ തീരുമാനം എടുക്കുകയാണ്. അതായത് നമ്മൾ ചൂല് കൊണ്ട് അടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളവിടെ മൊത്തം വെള്ളം തളിക്കണം. വെള്ളം ഒഴിച്ചാലേ അഴുക്ക് പോവുള്ളൂ. ബസ് യേ കയാലാത്തെ ഹേക്ക് തുരന്ത് ദരി പർ പാനിച്ചെടുക്കാ ഗയ. ഉടനെ അവരെന്ത് ചെയ്തു, കാർപ്പറ്റിൽ മൊത്തം വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. അപ്പോൾ അതിൽ ഒന്നാമത് തന്നെ അഴുക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു. ഏക് തോ വൈസെ ഹി ധൂൾ സെ അട്ടി ഹുയിത്തി. അത് ഓൾറെഡി അത് അഴുക്കും മണ്ണൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. പാനി പടുത്തെ ഈ സാരി ധൂൾ കീച്ചട് ബൻ ഗയെ. വെള്ളം കൂടി ആയപ്പോഴേക്കും അത് മൊത്തം ഒരു വലിയ ചെളിയായി മാറി, മൊത്തം കുഴഞ്ഞ് ചെളിയായി മാറി. അബ് സബ് ആംഗൻ സേ ബി നിക്കാലെ ഗയ. അത് കണ്ടപ്പോൾ തന്നെ അവരെ അവിടെ നിന്നും മാറ്റി. പിള്ളേരെ ശല്യം, പിള്ളേരിപ്പോൾ അവിടെ വന്ന് കുളമാക്കിയതുകൊണ്ട് അവരവിടെ നിന്നും മാറ്റി. തൈ ഹുവാക്കി പേടോങ്കോ പാനി ദിയാ ജായ. അപ്പോൾ അടുത്ത തീരുമാനം അവരെടുത്തു, നമുക്കെന്നാൽ പിന്നെ നേരെ പോയിട്ട് പിന്നെ മരങ്ങൾക്ക് വെള്ളം ഒഴിക്കാം എന്ന് തീരുമാനിച്ചു. ബസ് സാരേ ഘർ കി ബാൾട്ടിയ ലോട്ടെ തസലെ ബഗോനെ പത്തീലിയ ലൂട്ട് ലീ ഗയി. ഉടനെ ഓടിച്ചെന്ന് വീട്ടിലുള്ള വലിയ പാത്രങ്ങളും ബക്കറ്റുകളും ചരുവങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവർ പിന്നെ എടുത്ത് പുറത്തേക്ക് ഓടി. ജിനെ യേ ചീസെ ബി നാ മില ഓ ടോങ്കെ കട്ടോരെ और ഗ്ലാസ് ബി ലഗെ. പാത്രങ്ങളെല്ലാം കുട്ടികളെടുത്ത് തീർന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്താണ്, അവർ വന്ന് കിട്ടിയ ഗ്ലാസും പിന്നെ ചെറിയ സോസറും ചെറിയ കറിപ്പാത്രം എല്ലാം എടുത്തുകൊണ്ട് പോയി. അബ് സബ് ലോഗ് നൽപർ ടൂട്ട് പടി. അവർ അടുത്തത് ചാടി വീണു. എവിടെ? വെള്ളത്തിൻ്റെ ടാപ്പിൻ്റെ അടുത്ത് പോയി ചാടി വീണു. യഹാം ബി വ ഗമാസാൻ മച്ചി കി ഗയാ കി മജാൽ ജോ ഏക് ബൂന്ത് പാനി ബി കിസി കെ ബർത്തൻ മേ ആ സക്കി. അവിടെയും നേരത്തെ വെള്ളം കുടിക്കാൻ പോയ പോലെ തന്നെ ഇവിടെയും വെള്ളം വന്ന് പാത്രം ഒന്നിന് മുകളിൽ വെച്ച് എല്ലാവരെയും അടിപിടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. ആരുടെയും പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും വീണില്ല. പൈപ്പ് തുറന്നു വെച്ചല്ലാതെ വെള്ളം ആർക്കും കിട്ടിയില്ല. ടൂസസ് ടാസ് किसी बाल्टी पर पतीला और पतीले पर लोटा और भगोने और टोंगे. പാത്രത്തിന് മുകളിൽ ഓരോന്നായിട്ട് പാത്രങ്ങൾ അവർ അടുക്കി വെച്ച് കഴിയുമ്പോൾ താഴെയുള്ളവനടുത്ത് അതിൻ്റെ മുകളിൽ വെക്കും, പിന്നെ താഴെയുള്ളവനൊക്കെ അതിൻ്റെ മുകളിൽ വെക്കും. അത് മാറ്റിയിട്ട് വേറൊരാൾ വെക്കും. അങ്ങനെ വന്നപ്പോഴേക്കും ആർക്കും വെള്ളം കിട്ടാതായി. പഹലെത്തോ ദക്കെ ചലേ. പിന്നെ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. ഫിർ കഹാനിയാം അവർ ഉസ്കെ ബാദ് ബർത്തൻ. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ ഒന്നിനെ വെച്ച് തുടങ്ങി. फ़ौरन बड़े भाइयों बहनों मामुओं और दमदार मौसियों फूफियों की कुमक भेजी गई. ഉടനെ ഇതെല്ലാം കണ്ട് ബേളം കണ്ട് ഒച്ചപ്പാടായി. അവിടുന്ന് ഉള്ള മുതിർന്നവരെല്ലാവരും ഓടി വന്നു. ചേട്ടനും ചേച്ചിയും അച്ഛനും അമ്മയും മാമുവും അമ്മാവന്മാരും എല്ലാവരും ഓടി വന്നു. ഫൗജ് मैदान में हथियार फेंक कर पीट दिखा गई. അവരെല്ലാം അവിടെ നിന്ന് ഓടിച്ചു. ഉടനെ അവിടുന്ന് കുട്ടികളെല്ലാം പാത്രം ഇട്ടിട്ട് അവിടെ നിന്ന് ഓടിയെന്നവരാണ്. ഇസ് ദീങ്ക മുസ്തി മേ കുച്ച് ബच्चे कीचड़ में ലത്പത്ത് ഹോഗിയ. ചില കുട്ടികൾ വന്നിട്ട് വെള്ളം വീണ് അഴുക്കായി, ദേഹത്ത് മുഴുവനും ചെളിയും അഴുക്കുമായി. ജിനെ നഹലാക്കർ കപ്പടെ ബദൽവാനെ കീലിയെ നൗക്കരോങ്കി വർത്തമാൻ സംഖ്യ കാഫി നയിത്ത. ഇവരെല്ലാം ഈ അടിപിടിക്കിടയിൽ അവരുടെ വസ്ത്രങ്ങൾ മുഴുവനും അഴുക്കാക്കി. അപ്പോൾ അഴുക്കാക്കിയപ്പോഴേക്കും ഇഷ്ടംപോലെ കുട്ടികളുള്ളതുകൊണ്ട് അവരെല്ലാം കുളിപ്പിച്ച് വലിയൊരു ജോലി തന്നെയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്തു, അടുത്ത വീട്ടിലെ ജോലിക്കാരെയും അല്ലെങ്കിൽ വീട്ടുവേലക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് അവരെ കഴിയിച്ചത്. पास के बंगलों से नौकर आए और 4 आना प्रति बच्चे के हिसाब से नगलवाए गए. അടുത്തുള്ള വീട്ടിലെ ബംഗ്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ വീട്ടിലെ ജോലിക്കാർ വേലക്കാരെ വിളിച്ചിട്ട് അവർക്ക് ഓരോ കുട്ടിയെ കുളിപ്പിക്കാനും 4 അണ വെച്ച് കൊടുത്തിട്ടാണ് അവർ കുട്ടികളെ കുളിപ്പിച്ച് വിട്ടതെന്നാണ് പറയുന്നത്. हम लोग कायल हो गए कि सचमुच ये सफाई का काम अपने बस की बात नहीं है. അപ്പോൾ ഉടനെ കുട്ടികൾക്ക് പിന്നെ മനസ്സിലായി, ശരിയാണ് ഈ പറഞ്ഞ പോലെ നമ്മളിത് ചെയ്തതെല്ലാം നമുക്ക് പറ്റാത്ത പണികളായിരുന്നു. സച്ച് സഫായിക്കാം, ഈ വൃത്തിയാക്കുന്ന ജോലി പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല.
മരത്തിന് നനക്കാൻ പോലും നമുക്കുള്ള പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന് പറഞ്ഞാൽ കംസേ കം മുർഗിയും ഈ ബന്ദ് കരുത്. എന്നാൽ പിന്നെ നമുക്ക് കൊണ്ട് പറ്റുന്ന പണി നമുക്ക് അടുത്ത് നോക്കാം. അവിടെ കുറച്ച് കോഴിക്കുട്ടികൾ, കോഴിക്കുഞ്ഞുങ്ങൾ, കോഴി അഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, അതിനെ നമുക്ക് കൂട്ടിക്കയറ്റാമെന്ന് പറഞ്ഞാൽ അവർ അടുത്ത തീരുമാനം എടുത്തു. ബസ് ഷാം ഹി സെ ജോ കാൻസ് ചടി ഹാത്ത് പടി ലേക്കർ മുർഗിയാം ഹാങ്കനെ ലഗെ ചൾ ഡബേ. ഇവരെന്ത് ചെയ്തു, കുട്ടികൾ എന്ത് ചെയ്തു, കയ്യിലൊരു വടി എടുത്തിട്ട് കോഴികളെല്ലാം കൂട്ടിലേക്ക് അടിച്ചു കയറ്റാൻ ശ്രമിച്ചു. കുട്ടികളുടെ വിചാരം അവർ പറയുന്ന പോലെ കോഴി കേൾക്കുമെന്നാണ്. पर साहिब मुर्गियों को भी किसी ने हमारे विरुद्ध भड़का रखा. അപ്പോൾ കുട്ടികളെന്ത് വിചാരിച്ച്, ഞങ്ങൾ പറഞ്ഞിട്ട് കോഴിയൊന്നും കേൾക്കുന്നില്ലല്ലോ, അവർ കൂട്ടിലൊന്നും കയറുന്നില്ല. അതിൻ്റെ അർത്ഥം അവരെ ഞങ്ങൾക്കെതിരെ ആരോ പറഞ്ഞ് അവരെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് കുട്ടികളുടെ സങ്കല്പം. ഊട്ട് പട്ടാങ്ക് ഇതർ ഉദർ കൂന്നിലേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചാടാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. ദോ മുർഗിയാം खीर के प्यालों से जिन पर आया चांदी के वर्क लगा रही थी दौड़ती फड़ती हुई निकल गई. എന്ന് പറഞ്ഞാൽ खीर के प्यालो എന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ മുകളിലൂടെയൊക്കെ ചാടി ഓടി അവിടെ മൊത്തം അഴുക്കാക്കി എന്നാണ് പറയുന്നത്. തൂഫാൻ ഗുജർനെ കെ ബാദ് പത്താ ചലാക്കി പ്യാലെ കാലിത്തി. ഈ തൂഫാൻ എന്ന് പറഞ്ഞാൽ ഈ കൊടുങ്കാറ്റ്, അതായത് ഈ ബഹളത്തിന് ശേഷം അവിടെ വന്ന് നോക്കിയപ്പോഴേക്കും പ്യാലെ खीर के प्याले എന്ന് പറഞ്ഞാൽ പായസത്തിൻ്റെ പാത്രം കാലിയായിരുന്നു. അത് കോഴി തിന്നതാണോ അല്ലെങ്കിൽ കുട്ടികൾ കഴിച്ചതാണോ എന്നുള്ള അറിയില്ല. और सारी खीर दीदी के कामदानी के दुपट्टे और ताजे दुले सिर पर लगी हुई थी. ഈ പായസം മുഴുവനും പിന്നെ ചേച്ചിയുടെ വസ്ത്രത്തിലും ദുപ്പട്ടെ ഷോളിലും പിന്നെ തലയിലൊക്കെ ആയി ആകെ കുളമായി കിടന്നു. एक बड़ा सा मुर्गा अम्मा के खुले हुए पानदान में कूद पड़ा और खत्ते चूने में लुतड़े हुए पंजे लेकर नानी अम्मा की सफ़ेद दूध जैसी चादर पर ചാപ്പയെ മാർത്ത പോയി. ഒരു കോഴി എന്ത് ചെയ്തു, ഓടിച്ചപ്പോഴേക്കും ചാടി പിന്നെ അമ്മയുടെ പാൻ ദാനി, അവർക്ക് ഈ പാൻ മുറുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ പാനിൻ്റെ പാത്രത്തിൽ ചവിട്ടി അതിൽ ചുണ്ണാമ്പ് തേക്കും, വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുമല്ലോ, ചുണ്ണാമ്പിൽ ചവിട്ടിയിട്ട് നേരെ വന്ന് നാനിയുടെ മുത്തശ്ശിയുടെ സഫേദ് ദൂത് ജേസി ചാദർ, അതിൻ്റെ വെള്ള വസ്ത്രം, നാനിയുടെ വെള്ള വസ്ത്രത്തിൽ ചവിട്ടി മൊത്തം അത് ചാപ്പ ആക്കിയെന്ന് പറഞ്ഞാൽ അതൊരു സീല് പോലെ ചെയ്തു വെച്ചു, അഴുക്കാക്കി. एक मुर्गी दाल की पतीली में चपाक मारकर भागी और सीधी जाकर मोरी में इस तेज़ी से फिसली की सारी कीचट मौसी जी के मुँह पर पड़ी जो बैठी हुई हाथ मुँह धो रही थी. എന്ത് ചെയ്തു, ഒരു കോഴി പറന്ന് നിന്ന് എന്ത് ചെയ്തു, ദാൽക്കി പത്തിയിലെ പരിപ്പ് വെച്ചിരിക്കുന്ന പാത്രം, അതായത് പരിപ്പ് കറി വെച്ചിരിക്കുന്ന പാത്രത്തിൽ ചാടി വീണ് അത് ഈ കോഴികൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, നനഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെ കുടയും, തൂലിട്ടിന് കുടയും. മാർക്കർ സീതി ജാക്കർ മോറി, അത് നേരെ എന്ത് ചെയ്തു, പരിപ്പ് കറി ചാടിയിട്ട് നേരെ മോറി അതായത് നമ്മുടെ ഓട, വെള്ളം ഒഴുകുന്ന ഓടയിൽ പോയി ചാടി അവിടെ വെള്ളത്തിൽ വീണ് അതിൻ്റെ ദേഹം മുഴുവനും ചെളിയായി കഴിഞ്ഞപ്പോൾ മൗസി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരിയാണോ അമ്മയുടെ സഹോദരിയാണോ, മൗസിജിക്ക് മുँह पर പടി ജോ ബേട്ടി ഹുയി ആത്മു, മൗസിജി അവിടെ ഇരുന്ന് കണ്ണും കൈയും മുഖവും കഴുകുകയായിരുന്നു. അത് കുടഞ്ഞിട്ട് മൗസിജിയുടെ മുഖത്തും പിന്നെ ഒക്കെ ചെളി തെറിച്ച് വീണു. ഇതർ സാരി മുർഗിയാം ബേനക്കൽ കാ ഊട്ട് ബനി ചാരോ തരഫ് ദോട് രഹി. ഇവിടെ കോഴികളെല്ലാം ബേനക്കൽ കി ഊട്ട് എന്ന് പറഞ്ഞാൽ ഈ മൂക്ക് കയറില്ലാത്ത ഈ മാടുകൾ പറയില്ലേ, മൂക്ക് കയറില്ലാത്ത ഊട്ട് എന്ന് പറഞ്ഞാൽ ക്യാമൽ ഒട്ടകം, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. അതായത് അവരെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലാത്തവർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. ഏക് ബി ദഡ്ബേ മേ ജാനേക്ക രാജിനെത്തി. ഒറ്റെണ്ണം പോലും കൂട്ടിൽ കയറിയില്ല. ഇതർ കിസി കോ സൂചി കി ജോ ബേഡേ ആയി ഹുയേ ലഗെ ഹാത്തോ ഉനി ബി ദാന കിലാ ദിയാ ഹെ. അതിലും വലിയൊരു മേഖലയിൽ അവർ കൈവെക്കാൻ പോയി. എന്താണ് ബേഡേ എന്ന് പറഞ്ഞാൽ മാടുകൾ, ഇത് മാടുകൾ അവിടെ ഉണ്ട്. ലഗെ ഹാത്തോ ഉനി ബി ദാന കിലാ ദിയാ. ഇനി അവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് കുട്ടികൾ തീരുമാനിച്ചു. ദിൻഭർ കി ഭൂക്കി ബേഡേ ദോ ദാനെ കാ സൂപ്പ് ദേക്കർ ജോ സബ്കി സബ് ജപ്റ്റി തോ ബാക്കർ ജാന കഠിൻ ഹോ ഗയ. എന്തൊരു അവിടെ ഒത്തിരി മാടുകളുള്ള വീടാണ്. അപ്പോൾ ഇവർ ദാനേക്ക് സൂപ്പ്, അതായത് കാടിവെള്ളം, മാടുകൾക്ക് കൊടുക്കുന്ന കാടിവെള്ളം കണ്ടപ്പോഴേക്കും അതെല്ലാം കൂടി ആക്രാന്തം പിടിച്ച് ചാടി വന്ന് അവിടെ മുഴുവനും ഓടി ബഹളം ഉണ്ടാക്കി. ലഷ്ടം കഷ്ടം തക്തവും പറിച്ചടുക്കുകയും. അതെന്ന് പറഞ്ഞാൽ തക്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ
തട്ടിൻ്റെ മുകളിലൊക്കെ ഓടിക്കയറി. और बेड चाल मशहूर है. അതിൻ്റെ സൂത്രം വളരെ മാട് വളരെ സൂത്രശാലികളാണ്. അതിന് കണ്ണ് ആ കാടിവെള്ളത്തിൽ മാത്രമാണ്. പളങ്കോങ്കോ ഫലങ്തി ബർത്തൻ ലുടുക്കാത്തി സാത്ത് സാത്ത് ചടുകയായി എന്ന് പറഞ്ഞാൽ പളങ്കോങ്കോ ഫലങ്കാത്തി കട്ടലിൻ്റെ മുകളിൽ കൂടിയും പിന്നെ പാത്രങ്ങളുടെ മുകളിൽ കൂടിയും ഒക്കെ ചാടിക്കയറി അതെങ്ങനെങ്കിലും അത് കുടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. തക്ത് പർ ബാനി ദീദി കാ ദുപ്പട്ട ഫൈലാ ഹുവാത്ത. തക്ത് എന്ന് പറഞ്ഞാൽ തട്ടിൻ്റെ മുകളിൽ ചേച്ചിയുടെ ദുപ്പട്ട ഷോള് വിരിച്ചിട്ടിരുന്നു. ജിസ്പർ ഗോക്കരി ചമ്പ और സൽമ സിത്താരെ രക്കർ ബഡി ദീദി മുലുഗാനി ബുവാക്കോ കുച്ച് ബത്താരെ എത്തി. അതായത് അതിലെ ഡിസൈനെക്കുറിച്ച് ചേച്ചി പിന്നെ വിരിച്ചിട്ടിട്ട ഡിസൈനെക്കുറിച്ച് അതിൻ്റെ ബുവ അതായത് ബഡി ദീദി അവളുടെ ചേച്ചിയെ അതിനെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബേഡേം ബഹുത്ത് നിസ്സങ്കോച്ച് സബ്കോ റോന്തി മാംഗറോം കാ ചിടക്കാവ് കത്തി ഹുയി ദോടായി. അവളിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂരെ നിന്ന് മാടുകൾ അല്ലെങ്കിൽ പശുക്കുട്ടികൾ ഓടി വന്നു, വളരെ സ്പീഡിൽ ഓടി വന്നു എന്ന് പറയുന്നത്. ജബ് തൂഫാൻ ഗുജർ ചുക്കാ തോ ऐसा लगा जैसे जर्मनी का सेना टैंकों और बमबारों सहित उधर से चापा मारकर ഗുജർ ഗൈ ഹോ. എന്ത് ചെയ്തു? അപ്പോൾ അവർ ചേച്ചി ഷോൾ വിരിച്ചിരുന്ന ചേച്ചി പിന്നെ അവളുടെ ചേച്ചിയോട് ഷോളിനെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേഡെ മാടുകൾ ദൂരെ നിന്ന് ഓടി വന്നിട്ട് മൊത്തം അവിടെ ബഹളമാക്കി. അപ്പോൾ എന്താണ് ഇവിടെ ലേഖക്ക് എന്താ എഴുതിയിരിക്കുന്നത്? ജർമ്മനിക്ക് സേന, അതായത് ജർമ്മനിയിൽ നിന്ന് പിന്നെ പട്ടാളക്കാർ ഇറങ്ങിയ പോലെ ഇറങ്ങി ബോംബിട്ട പോലെ ആണ് അവിടുത്തെ ഒരു അവസ്ഥ വന്നത്. ജഹാൻ ജഹാൻ സെ സൂബ് ഗുജറ ബേഡേ ശിക്കാരി കുത്തോങ്കി തര ഗന്ധ സൂന്തി പോയി. അവിടെ മൊത്തം കാടിവെള്ളം മറിഞ്ഞ് അതിലേക്കൂടെ ഒഴുകാൻ തുടങ്ങി. ഇതിലെ കൂടിയൊക്കെ ആ കാടിവെള്ളം ഒഴുകി അവിടെ എല്ലാം വന്ന് മാടുകൾ വന്ന് നക്കി അവിടെ ആകെ അലങ്കോലമാക്കി. അജ്ജന്മ ഏക്ക് പളം പർ ദുപ്പട്ടെ സെ മുഹ് ടോക്കെ സോരെ എത്തി. എന്ത് ചെയ്തു? അജ്ജന്മ അടുത്തൊരമ്മ അവിടെ ഒരു ചെറിയ കട്ടിലിൻ്റെ മുകളിൽ മുഖത്ത് ഷോളും വിരിച്ചിട്ട് കിടന്നുറങ്ങുകയായിരുന്നു. ഉൻപർസെ ജോ ബേഡേം അവിടെയും മാടുകൾ ഓടിയെത്തി. അവിടെ നിന്ന് മറ്റേ ചേച്ചിയുടെ ഷോളിന് ശേഷം നേരെ ഓടിയെത്തി ഇവിടെയാണ്. അമ്മയുടെ മുകളിലൂടെ ചാടിക്കയറി ഓടിപ്പോയി. ദൗഡിത്തോ സപ്പനേമേ അത് ആടുകൾ ഇവരുടെ അമ്മയുടെ മുകളിൽ കൂടിയും ചാടി ഓടിപ്പോയപ്പോഴേക്കും അമ്മ സ്വപ്നത്തിൽ കുറേ കൊട്ടാരങ്ങൾ സ്വപ്നം കണ്ടുപോലെ കുറേ നക്ഷത്രങ്ങൾ എന്നിപോലെ അമ്മയ്ക്ക് തോന്നി. ദുപ്പട്ടേമേ ഉലിജി ഹുയി മാരോ ചീക്കിനിലേക്ക്. ഉടനെ അമ്മ ചാടി എഴുന്നിട്ട് അമ്മരെല്ലാം തല്ല് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്രമേ ബേഡെ സൂപ്പ് കോ ഭൂൽക്കർ തർക്കാരി വാലിക്ക് ടോക്കറി പെട്ട് ഉൾപ്പെടി. ഉടനെ അവിടെ നിന്നും പോയി അടുത്ത മാടുകൾ എങ്ങോട്ടാണ് ഓടിയത്? അവിടെ പച്ചക്കറിക്കാരി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൊട്ടയുടെ മേളിൽ ചാടി വീണു. ദാലാൻ മേ ബേട്ടി മട്ടർ കി ഫലിയാം തോൽക്കർ രസോയിയെ കൊതേരെത്തി. അവർ പച്ചക്കറിക്കാരി എന്ത് ചെയ്തു? മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് അവിടെ അടുക്കളയിൽ വന്നിട്ട് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പനി തർക്കാരി കാ ബച്ചാവ് കർണയ്ക്ക് ലിയെ സീന താൻ കർ ഉഡ്കയി. അപ്പോൾ ഉടനെ മാടുകൾ ഓടി വരുന്നത് കണ്ടിട്ട് പച്ചക്കറിക്കാരി അതിനെ പച്ചക്കറി സംരക്ഷിക്കാൻ വേണ്ടി എടുത്തിട്ട് സീന താൻ കർ ഉട്ടുകയി അതിൻ്റെ തോളത്ത് വെച്ചിട്ട് എഴുന്നേറ്റ് നിന്നു. आपने कभी भेड़ों को मारा होगा तो अच्छी तरह देखा होगा कि बस ऐसा लगता है कि जैसे रुई के तकिए को कूट रहे हो. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മാടുകളെ അടിച്ചു കഴിഞ്ഞാൽ അത് ഓടുന്നത് നമ്മൾ സൂചി വെച്ച് കുത്തിയ പോലെയാണ്. അത്രയ്ക്ക് ദേഷ്യമായിരിക്കും അതിന്. ബേഡ്ക്കോ ചോട്ട് ഈ നഹി ലക്തി. കാര്യം നമ്മൾ എത്ര അടിച്ചാലും ഒന്നും മാടുകൾക്ക് വേദനെടുക്കില്ല. കാര്യം എന്താണ്? അതിൻ്റെ തോലിന് അത്രയ്ക്ക് കട്ടിയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ചവിട്ടിയാലും പിന്നെ ഇപ്പോൾ ആക്സിഡൻ്റൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ബൈക്ക് ഒരു പട്ടിയുടെ മുകളിലോ നായയുടെ മുകളിലോ ഏതെങ്കിലും ആടിൻ്റെ മുകളിലോ കയറി കഴിഞ്ഞാൽ ആട് തെന്നി നമ്മൾ വീഴത്തേ ഉള്ളൂ, അതിന് അപകടമൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും അങ്ങനെ തന്നെ. ബിൽക്കുൽ ഈ സമജ്കർക്ക് ആപ്പ് ഉസേ മജാക്ക് കർ രഹേ. അതിന് ഒരു തമാശ കാണിച്ച പോലെ നമ്മൾ തോന്നുള്ളൂ, നമ്മൾ അടിച്ചാലോ ഓടിച്ചാലോ ഒക്കെ. वो आप ही पर चढ़ बैठेगी. जरा सी देर में भेड़ों ने तरकारी छिलकों समेत अपने पेट की कड़ाही में झांकती. ഉടൻ തന്നെ അധികം താമസിക്കാതെ ഇതെല്ലാം ചാടി വീണ് പച്ചക്കറിക്കാരി പേടിച്ചോടി. പച്ചക്കറിക്കാരിയുടെ കൊട്ടയിൽ നിന്ന് പച്ചക്കറിയെല്ലാം ഇതെല്ലാം മാടുകൾ വന്ന് തിന്ന് തീർത്തു. इधर ये प्रलय मची थी, उधर दूसरे बच्चों भी
ലാപർവാഹ് നയിത്തെ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പ്രളയമായിരുന്നെങ്കിൽ ഇപ്പുറത്ത് വേറെ കുട്ടികൾ അവരുടേതായിട്ടുള്ള വേറെ വികൃതികളിൽ ഏർപ്പെട്ടിരുന്നു. ഇത്തിനി ബഡി ഫൗജ് തീ ജിസെ രാത് കാ കാന ന മിൽനേക്ക് ധംകി മിൽ ചുക്കി തീ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുറേ അധികം ഉള്ളത് കൊണ്ടിട്ട് രാത്രി ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പിന്നെ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് തീർക്കണമെന്നായിരുന്നു. വിച്ചാർ ബേൻസോ കദൂദ് ദേനേപ്പർ ജുട്ടുകെ അവിടെ 4 എരുമകളുണ്ടായിരുന്നു. അതിൻ്റെ പാല് കറക്കാനായി അവർ പുറപ്പെട്ടു. ദുലി ബേദുലി ബാൾട്ടി ലേക്കർ 8 ഹാത്ത് 4 തനോം പർ ഫിൽപ്പടെ അതായത് കുട്ടികൾ പിന്നെ 4 എരുമകളുടെ പിന്നെ പാല് കറക്കാനായി അങ്ങോട്ട് പോകുന്നു, പാത്രങ്ങളായിട്ട് പോകുന്നു. ഭैंस एकदम जैसे चारों पर जोड़कर उठी और बाल्टी को लात मारकर दूर जा खड़ी हो गई. ഇത് കണ്ടവരനെ ഈ മാടുകളെ പാല് കറക്കുമ്പോൾ ഒരു പ്രത്യേക നാക്കുണ്ട് അവർ കറക്കാനായിട്ട്. അല്ലെന്നാണെങ്കിൽ അത് നമ്മളെ ആക്രമിക്കും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് അറിയില്ലല്ലോ ഈ ജോലിയെക്കുറിച്ച്. അപ്പോൾ അവർ ഇരുന്നപ്പോഴേക്കും ഭैंस എന്ത് ചെയ്തു, ബാൾട്ടി ഒറ്റ തട്ടിന് അവർ കൊണ്ടുവന്ന പാത്രം തട്ടി തെറിപ്പിച്ചിട്ട് തൈ ഹുവാക്കി ഭैंस की അഗാടി പിച്ചാടി ബാന്ത് ദി ജായ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭैंസിൻ്റെ എരുമയുടെ കാല് കെട്ടിയിടണം. और फिर काबू में लाकर दूध दे लिया जाए. കുട്ടികൾ പറയുന്നത് നമുക്കതിൻ്റെ കാല് കെട്ടിയിട്ടിട്ട് അപ്പോൾ അത് അനങ്ങില്ലല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ പാല് കറന്നെടുക്കാം. ബസ് ജൂലേക്ക് രസി ഉത്താർക്കർ ഭैंस के पैर बांध दिए. അപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ ഊഞ്ഞാല് കെട്ടിയിരുന്ന കയറെടുത്തിട്ട് ഭैंസിൻ്റെ എരുമയുടെ കാലിൽ കെട്ടി. പിछले 2 पैर चाचा जी के चारपाई के पायों से बांध. ബാക്കി രണ്ട് കാല് കെട്ടിയിട്ട് അതിൻ്റെ അറ്റം എവിടെ കെട്ടിയത്, ചാച്ചാജി അങ്കിള് കിടന്നിരുന്ന കട്ടിലിൻ്റെ കാലിൽ കെട്ടി. അഗലെ 2 पैरों को बांधने की कोशिश जारी थी कि भैंस चौंकनी हो गया. മറ്റേ 2 കാല് കെട്ടിക്കഴിഞ്ഞു, ബാക്കിയുള്ള 2 കാല് കെട്ടാനായിട്ട് അവർ ചെന്നപ്പോഴേക്കും ഭैंस എരുമ ബഹളം ഉണ്ടാക്കി. ചൂട്ട്കർ जो भागी तो पहले चाचा जी समझे कि शायद कोई सपना देख रहे. ഉടനെ അത് ഓടാൻ തുടങ്ങിയപ്പോഴേക്കും ആ കയറ് കെട്ടിയിരിക്കുന്നത് ചാച്ചാജി അങ്കിളിൻ്റെ കട്ടിലിൻ്റെ കാലിലാണ്. അപ്പോൾ അത് ഓടാൻ തുടങ്ങിയപ്പം കട്ടിലും വലിച്ചുകൊണ്ട് ഈ എരുമ ഓടാൻ തുടങ്ങി. പറഞ്ഞപ്പോൾ ചാച്ചാജി അവിടെ കിടക്കുന്നുണ്ടല്ലോ, ചാച്ചാജി ഓർത്ത് വല്ല സ്വപ്നം കാണുവാണെന്ന്. फिर जब चारपाई पानी के ड्रम से टकराई, पानी छलक कर गिरा तो समझे कि आंधी तूफान में फंस गए. ഈ കട്ടിലെന്ത് ചെയ്തു, അത് എരുമ വലിച്ചുകൊണ്ട് ഓടിയപ്പോൾ അത് പോയി തട്ടിയത് വെള്ളത്തിൻ്റെ ടാങ്കിലാണ്. ടാങ്ക് പൊട്ടി വെള്ളം ഒഴുകി അവിടെ മൊത്തം വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും വന്ന പോലെയായി. സാത്തമേ ഭൂച്ചാൽ ബി ആകെയാവുക, ഭൂച്ചാൽ എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം വന്ന പോലെയായി. ഒരു ജൽദി ഹി ഉന്നെ അസ്ലി ബാത് കാ പത്താ ചൽ ഗയാ. ഉടനെ പുള്ളി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കിയപ്പോഴേക്കും പുള്ളി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എരുമ പുള്ളിയെ അങ്കിളിനെയും വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പളങ്കി ദോനവും പട്ടിയാം പക്കടേ. ഉടനെ പുള്ളി പിടിച്ചിട്ട് പിന്നിലുള്ള 2 കാല് വിളിച്ച് പിന്നോട്ട് വലിച്ചു. ബച്ചോക്കോ ചോട് ദേനെ വാലോ കോ ബുരാ ബല സുനാനി ലഗ. ഉടനെ പുള്ളി കുട്ടികളുടെ വികൃതി കണ്ടപ്പോഴേക്കും അവരെ പറഞ്ഞുവിട്ടവരെ പുള്ളി ചീത്ത പറയാൻ തുടങ്ങി. ഇവരാരാണ് പറഞ്ഞുവിട്ടത് ഈ വികൃതിയെല്ലാം കാണിക്കാൻ എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി. യഹാം ബഡാ മജ ആരാത്ത. ഇവിടെ നല്ല രസമായിരുന്നു കുട്ടികൾക്ക് ഇതെല്ലാം തമാശയാണല്ലോ. ഭैंस ഭാഗി ജാരെത്തി. എരുമ ഓടിക്കൊണ്ടേയിരുന്നു. ഒരു പീച്ചെ ചാർപ്പായി. അതിന് പുറകിൽ കട്ടിലും ചാച്ചാജി അങ്കിൾ ഇറങ്ങിയായിരുന്നു, പക്ഷേ കട്ടിലും അതിൻ്റെ പുറകെ അത് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ബേട്ടയ്ക്ക് പോയി ചാച്ചാജി അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു പറയുന്നത്. ഓഹോ ഏക് ഭൂൽ ഹി ഹോ ഗൈ യാനി ബച്ചടാത്തോ കോല ഹി നഹി. ഉടനെ കുട്ടികളുടെ അടുത്ത ഐഡിയ, നമുക്കിതിൻ്റെ എരുമയുടെ കുഞ്ഞിനെ നമുക്ക് അഴിച്ചു വിടാം എന്ന് പറഞ്ഞിട്ട്. ഇസ്ലിയെ തത്കാൽ ബച്ചടാ ബി കോൾ ദിയ. അപ്പോൾ ഉടനെ ഇവർ കുട്ടികൾ എന്ത് ചെയ്തു, നേരെ എന്നിട്ട് അതിൻ്റെ എരുമക്കുട്ടിയെയും മോരിക്കുട്ടിയെയും അഴിച്ചു വിട്ടു. तीर निशाने पर बैठा और बछड़े की ममता में व्याकुल होकर भैंस ने अपने खुरों को ब्रेक लगा दिए. എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടിയെ അഴിച്ചുവിട്ടപ്പോൾ കുട്ടികൾ അറിഞ്ഞുകൊണ്ടല്ല അഴിച്ചുവിട്ടത്, പക്ഷേ എരുമക്കുട്ടി അഴിച്ചുവിട്ടപ്പോൾ മുരിക്കുട്ടി അഴിച്ചുവിട്ടപ്പോൾ എരുമ ഇത് കാണുകയുണ്ടായി. ഉടനെ അത് ബ്രേക്ക് ഇട്ട പോലെ നിന്നു. ബച്ചട തൽക്കാൽ ജുട്ടുകയാ. ബച്ചട അപ്പോൾ ഉടനെ മുരിക്കുട്ടി ഓടി വന്ന് എരുമയുടെ അടുത്ത് വന്ന് നിന്നു. दुहने वाले ग्लास कटोरे लेकर लपके क्योंकि बाल्टी तो चपाक से गोबर में जा गिरी. എന്ന് പറഞ്ഞാൽ പാല് കറക്കിയ ഗ്ലാസ് കട്ടോരെ ലേക്കർ ലപ്പക്കെ, ഗ്ലാസും ചെറിയ പാത്രവും എടുത്തുകൊണ്ട് വന്നു. കാരണം പാല് കറക്കുന്ന
ബക്കറ്റ് എന്ത് ചെയ്തു, നേരത്തെ എരുമ തൊഴിച്ചപ്പോൾ അത് പറഞ്ഞു നിന്ന് ചാണകത്തിൽ ചെന്ന് വീണായിരുന്നു. ബച്ചട ഫിർ ബാഗി ഹോ ഗയ എന്ന് പറഞ്ഞാൽ ബച്ചട മുരിക്കുട്ടി അമ്മയുടെ അടുത്ത് വന്നു നിന്നു. കുച്ച് ദൂത് ജമീൻ പർ അവർ കപ്പടം പർ ഗിര, കുറച്ച് പാല് നിലത്തും വീണു, കുറേ വസ്ത്രത്തിലും വീണു. ദോ ചാർ ധാരെ ഗ്ലാസ് കട്ടോരെ പർ ബി പടുകയായി, കുറച്ച് പിന്നെ ഗ്ലാസ്സിലും വന്ന് വീണായിരുന്നു. ബാക്കി ബച്ചട പീ ഗയ, ബാക്കിയുള്ളത് മൂരിക്കുട്ടി കുടിച്ചു തീർത്തു. യേ സബ് കുച്ച് മിനിറ്റോ മേ 3-4 മേ ഹോ ഗയ, ഇതെല്ലാം വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാം പെട്ടെന്ന് സംഭവിച്ചു. ഘർ മേ തൂഫാൻ ഒട്ടുകെടാ ഹുവ, ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലാകെ പ്രശ്നമായി. എല്ലാവർക്കും സഹി കെട്ടു, മതിയായി. ऐसा लगता था जैसे सारे घर में मुर्गियाँ, भेड़ें, टूटे हुए तसले, बाल्टियाँ, लोटे, कटोरे और बच्चे थे. ഇങ്ങനെ വന്നപ്പോഴേക്കും വീടിൻ്റെ അകത്ത് മൊത്തം എന്ത് പറ്റി, കോഴിയായി, എരുമയായി, എരുമക്കുട്ടിയായി, മാടുകളായി, പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങളായി, ബക്കറ്റുകൾ നിറച്ച് കുട്ടികൾ, വീട് മൊത്തം ആകെ വൃത്തികേടായി. ബച്ചെ ബഹാർ കിയ ഗയ, കുട്ടികളെല്ലാം പുറത്താക്കി. മുർഗിയോം ബാഗ് ഹക്കായി ഗയി, അവരെല്ലാം കോഴികളെല്ലാം വീടിൻ്റെ അകത്തുനിന്ന് പുറത്താക്കപ്പെട്ടു. മാതം സ മനാത്തി തർക്കാരി വാലിക്ക് ആൻസു പहुंच गए, പച്ചക്കറിക്കാരിക്കും അവർ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അവർ അമ്മ ആഗ്ര ജാനേക്കിലെ സാമാൻ ബന്ധേ, അമ്മയ്ക്ക് ഇതെല്ലാം കണ്ട് സഹി കിട്ടും. അവർ പറഞ്ഞു, ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ വീടായ ആഗ്രയിലേക്ക് പോവുകയാണ്. യാ തോ ബച്ചെ രാജ് കായം കർലോ യാ മുജെ ഹീ രഖ്ലോ, ഒന്നെങ്കിൽ കുട്ടികളെ കൊണ്ട് നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിൽക്കും, ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ, എനിക്ക് ഇവരെ സഹിക്കാൻ പറ്റില്ല എന്ന് അമ്മ അവസാനം പറഞ്ഞു തുടങ്ങി. നൈത്തുമേ ചലിമായിക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കളയും. അമ്മാനെ ചുനൗത്തി ദേദി, അമ്മ അവർക്ക് വാണിംഗ് കൊടുത്തു. और अब्बा ने सबको कतार में खड़ा करके पूरी बटालियन को കോർട്ട് മാർഷൽ കർ ദിയ, എല്ലാ കുട്ടികളെ നിരത്തി നിർത്തിയിട്ട് അവർക്ക് ബറ്റാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളത്തിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ബറ്റാലിയൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുട്ടി പട്ടാളമായിട്ട് എടുത്തുകൊണ്ട് ആണ് അത് പറയുന്നത്. അപ്പോൾ അവരെല്ലാം ഗ്രൂപ്പായിട്ട് നിർത്തിയിട്ട് കോർട്ട് മാർഷൽ, അതായത് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെൻറ്റാണ് കോർട്ട് മാർഷൽ. അപ്പോൾ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അഗർ കിസി ബच्चे ने घर की किसी चीज़ को हाथ लगाया तो बस रात का खाना बंद हो जाएगा. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു എന്ത് പറഞ്ഞു, ഇനി മേലിൽ ഏതെങ്കിലും കുട്ടികൾ ഈ വീട്ടിലെ ഏതെങ്കിലും സാധനത്തിൽ തൊട്ടാൽ നിങ്ങൾക്ക് ആർക്കും ഞാൻ രാത്രി ഭക്ഷണം തരില്ല. ये लीजिए, इन्हें किसी करवट शांति नहीं, हम लोगों ने भी निश्चय कर लिया कि अब चाहें कुछ भी हो जाए मिलकर पानी भी नहीं पिएंगे. കണ്ടാ, അപ്പോൾ കുട്ടികൾ പറയണം, കണ്ടില്ലേ, നമ്മൾ എന്ത് ചെയ്തിട്ടും അവർക്ക് തൃപ്തിയില്ല, നമ്മളോടൊരു സന്തോഷമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഇത് ഞങ്ങൾ അനങ്ങി ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കില്ല. അപ്പോൾ അവർ പഴയ അന്ന് ചാപ്റ്റർ തുടങ്ങിയപ്പോഴുള്ള അവസ്ഥയിലേക്ക് വന്നു. അത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനും പറ്റുന്നില്ല, ചെയ്യിക്കാതിരിക്കാനും പറ്റുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. കുട്ടികളുടെ പ്രായം അങ്ങനെയാണ്, വികൃതിയുടെ പ്രായം. അപ്പോൾ ചാപ്റ്റർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ലേഖികയാണ് ഇസ്മത്ത് ചുഗ്തായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.